പത്തനംതിട്ടയിൽ ഇതിന്റെ ചലനം വ്യക്തമാണ്. വീണ ജോർജിന് തോൽവിയാണ്. ഏറ്റവും ആദ്യം തോൽക്കുന്ന ഒരു വനിതാ നേതാവ് വീണ ജോർജ് മാറും. അതിന് രണ്ടുണ്ട് കാരണങ്ങൾ. ഒന്ന്, അബിൻ വർക്കി എന്ന UDFന്റെ സ്ഥാനാർത്ഥിയും കുമ്മനം രാജശേഖരൻ എന്ന BJPയുടെ സ്ഥാനാർത്ഥിയും മത്സരിച്ചു മുന്നേറുകയാണ്. വീണ ജോർജ് 3ാം സ്ഥാനത്തായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ആദ്യം മുതൽ ഉയർന്നു വന്നിരുന്ന ഒരു ചോദ്യം, 2 ഓർത്തഡോക്സുകാർ തമ്മിൽ മത്സരിക്കുമ്പോൾ ആരെയായിരിക്കും സഭ പിന്തുണയ്ക്കുന്നത് എന്നതാണ്. എല്ലാവരും പറഞ്ഞു വീണ ജോർജിന്റെ ഭർത്താവ് സഭയുടെ മുൻ സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് പിന്തുണ വീണ ജോർജിനായിരിക്കും. എന്നാൽ സഭയിലെ ഏറ്റവും ഉന്നതനായ ഒരു ആത്മീയ നേതാവ് അബിൻ വർക്കിയുടെ ബന്ധുവാണെന്നും അതുകൊണ്ട് തന്നെ കർശനമായ നിർദ്ദേശം അബിൻ വർക്കിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുമുള്ള റിപ്പോർട്ടുണ്ട്. അങ്ങനെ അബിൻ വർക്കി സഭയുടെ പിന്തുണയോടെ മുന്നേറുമ്പോൾ മറുഭാഗത്ത് കുമ്മനം രാജശേഖരന് അനുകൂലമായി ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കുന്നുണ്ട്. അങ്ങനെ കുമ്മനം രാജശേഖരനും അബിൻ വർക്കിയും തമ്മിലുള്ള ഒരു മത്സരമായി മാറുമ്പോൾ വീണ ജോർജ് 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്ന റിപ്പോർട്ടുകൾ. വീണ ജോർജ് നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോഴത്തെ കാഴ്ച നിങ്ങൾ കാണുക, ഞെട്ടിക്കുന്നതാണ്. വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മന്ത്രിയാണെന്ന് ഓർക്കണം. കേരളത്തിൽ ഏറ്റവും അധികം വാർത്തകൾ സൃഷ്ടിച്ചിട്ടുള്ള മന്ത്രി. കൂടെ അറിയപ്പെടുന്ന ഒരു നേതാവും ഉണ്ടായിരുന്നില്ല. എന്തിനേറെ ജില്ലാ സെക്രട്ടറി അടക്കം ജില്ലയിലെ പ്രമുഖ നേതാക്കൾ ആരും ഉണ്ടായിരുന്നില്ല. ആകെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ഏരിയ സെക്രട്ടറിയാണ്. പിന്നെ വീണയോട് എതിർപ്പുണ്ടായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും. ഒരാളും കൂടെ പോയില്ല. കാരണം ഒരു ഏതാണ്ട് പാർട്ടിക്കുള്ളിൽ പകുതിയോളം ആളുകൾക്ക് വീണ ഇനി മത്സരിക്കുന്നതിനോട് എതിരാണ്. പാർട്ടിക്കാർ വീണയ്ക്കെതിരായിരിക്കുന്നു. വീണ ജോർജിനെ തോൽപ്പിക്കാൻ രംഗത്തിറങ്ങിയവരിൽ പത്തനംതിട്ടയിലെ പാർട്ടിക്കാരുമുണ്ട് എന്നത് ഞെട്ടിക്കുന്ന സത്യമാണ്. എല്ലായിടത്തും ഇക്കുറി LDF അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുസ്ലിം വോട്ടിന്റെ പൂർണ്ണ ചോർച്ചയാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് എന്നല്ല, എല്ലായിടത്തും മുസ്ലിം വോട്ട് LDFന് കിട്ടില്ല. അത് ഏകദേശം തീർച്ചപ്പെടുത്തിയിരിക്കുന്ന കാര്യം. ഇന്നലെ നോക്കൂ, മനോരമയുടെ ചർച്ച നടക്കുന്നു. ഈ ചർച്ചയിൽ ഈ പത്തനംതിട്ടയിൽ വീണ ജോർജിന് ഞാൻ 2 തവണ വോട്ട് ചെയ്തതിന് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒരാൾ എണീറ്റ് നിന്ന് സംസാരിക്കുന്നത് കേൾക്കുക. ഞാൻ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ ജോർജിന് വോട്ട് ചെയ്ത ആളാണ്. ഈ പ്രാവശ്യം ഒരിക്കലും വീണ ജോർജ് വോട്ട് ചെയ്യത്തില്ല. കാരണം ഒന്നാമത്തെ കാരണം, കേരളത്തിലെ ജനങ്ങൾ വളരെ വിശ്വസ്തയോടുകൂടി മുസ്ലിം സമൂഹം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാളാണ് ഇവർ. ഈ പിണറായി വിജയൻ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വർഗീയ വിഷം ചീറ്റുന്ന വെള്ളാപ്പള്ളി നടേശനെ നമ്മുടെ കരം കൊടുത്തു മേടിച്ച വണ്ടിയിൽ കയറ്റി, അതായത് ശബരിമലയിലെ വിഷയം അയ്യപ്പ സംഗമത്തിൽ കയറ്റി. ഒന്നാമത് അദ്ദേഹത്തിന് റൈറ്റ് സൈഡിലായിരുത്തിയത്. നിങ്ങൾ എല്ലാ ചാനലിലും മൊത്തം പറഞ്ഞത് ഇദ്ദേഹം വർഗീയ വിഷം ചീറ്റുന്ന ആളാണ്. ഇപ്രാവശ്യം സ്ഥാനാർത്ഥി വന്നില്ലെങ്കിലും നോൾട്ടായി വോട്ട് ചെയ്താലും വീണ ജോർജ് വോട്ട് ചെയ്യത്തില്ല. മുസ്ലിം സമൂഹത്തിന് പൊതുമനോഭാവമാണ്. അത് ആറന്മുളയിൽ മാത്രമല്ല എല്ലായിടത്തും. അങ്ങനെയാണ് പറഞ്ഞു വീണ ജോർജ് ഏതാണ് തോറ്റു കഴിഞ്ഞിരിക്കുന്നത്. 2ാം സ്ഥാനമാണോ 3ാം സ്ഥാനമാണോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു ചലനം സംസ്ഥാന വ്യാപകമായി. ഇപ്പോൾ നാട്ടുകാർ തന്നെ ചോദിക്കുകയാണ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്താണ് ചെയ്യുന്നത്? ഇതാ കാണുക, വീണ ജോർജ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ അടിച്ചു തകർത്തു. ജനം കറുത്ത പതാക കാട്ടി പ്രതിഷേധിച്ചപ്പോൾ അവളുടെ അഹങ്കാരം പരിഹാരം തേടിയില്ല, പകരം നാടകമായി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലെ ആ നാടകം ഞങ്ങൾ കണ്ടു. സ്പീക്കറും പിണറായിയും നിർദ്ദേശം നൽകിയതിനു ശേഷം മാത്രം അഭിനയത്തിന് തയ്യാറായ ആ നടി. പിന്നെ ആശുപത്രിയിൽ ICUവിൽ ഫോട്ടോ സെഷൻ. അവസാനം രാത്രി 4 മണിക്ക് രക്ഷപ്പെടൽ. കൊയ്പ്പുറം പഞ്ചായത്തിലെ കടപ്പറ കുമ്പനാട് ജനത മറന്നിട്ടില്ല. 10 കൊല്ലം മലിനീകരണക്കാരനായ പ്രസാദിനെ സംരക്ഷിച്ചവൾ. അവന്റെ സംഭാവനയ്ക്ക് പകരം ജനനന്മ കൈമാറിയവൾ. അവൾക്ക് ജനമായിരുന്നില്ല പ്രധാനം, സഖാക്കളായിരുന്നില്ല, ശാഖാകളായിരുന്നില്ല, വകുപ്പായിരുന്നില്ല. വീണ ജോർജിനെ അവർ ദയനീയമായി പരാജയപ്പെടുത്തണം. അവരെടുത്ത സത്യപ്രതിജ്ഞയുടെ വിശ്വാസ വഞ്ചനയാണിത്. അവർ വഞ്ചകർക്കും അത്യാഗ്രഹികൾക്കും അഴിമതിക്കാർക്കും ഒപ്പം നിന്നു. അവർ തന്നെ അഴിമതിക്കാരിയായിരുന്നു. അത് നിർഭാഗ്യകരമാണ്. അവർ അൺഫോർച്ചുനേറ്റ് MLA, അൺഫോർച്ചുനേറ്റ് ആരോഗ്യമന്ത്രി, ഡ്രാമ ക്വീൻ അല്ലെങ്കിൽ നാടക റാണി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു.